അഷ്കർ, എനിക്ക് അഷ്കറിനെ നേരിട്ട് പരിചയമില്ല. ആദ്യമായിട്ടാണ് ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് സഹപാനലിസ്റ്റായിട്ട് പങ്കെടുക്കുന്നത്. അഷ്കർ എന്നത് തന്നെ നല്ല ഒരു കേസ് സ്റ്റഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. NIA കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഇവിടെ അദ്ദേഹം ഇടത് നിരീക്ഷകനാണെന്നാണ് നിങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വലത് നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു വലത് നിരീക്ഷകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ എന്തായിരുന്നോ പറയുക, എന്താണോ അദ്ദേഹം പറയേണ്ടത്, ആ ഒരു വലതുപക്ഷത്തിൻ്റെ റൈറ്റ് വിങ്ങിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണോ NIAയെക്കുറിച്ച്, NIA അന്വേഷണങ്ങളെക്കുറിച്ച്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള, ദളിതുകൾക്കെതിരെ, ആദിവാസികൾക്കെതിരെ, ജനകീയ സമരപ്രവർത്തകർക്കെതിരെ, അവർ അർബൻ നക്സലുകളെന്ന് പറയുന്നവർക്കെതിരെയൊക്കെയുള്ള NIA അന്വേഷണങ്ങളെക്കുറിച്ച്, UAPA-യെക്കുറിച്ചൊക്കെയുള്ള ഒരു വലതുപക്ഷ നിലപാടെന്താണോ അതാണ് വളരെ കൃത്യമായിട്ട് അഷ്കർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷം എന്താണ്, വലതുപക്ഷം എന്താണ്? അങ്ങനെ ഒരു കേരളത്തിൽ CPM ഒരു ഇടതുപക്ഷമല്ല. അത് അഷ്കറൊക്കെ പ്രതിനിധീകരിക്കുന്നത് പോലെ വളരെ കൃത്യമായ ഒരു വലതുപക്ഷ സംഗതിയാണ്, രാഷ്ട്രീയമാണ്. NIA ഏത് നിരപരാധിയാണ് പിടിച്ചുകൊണ്ടുപോയെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹം CPM, കേരളത്തിന് പുറത്തുള്ള CPMമാരോട് തന്നെ ചോദിച്ചാൽ നല്ലൊരു ട്യൂഷൻ ആ വിഷയത്തിൽ കിട്ടും. ഞാൻ കേരളത്തിലെ കേസ് പറയാം. മിസ്റ്റർ അഷ്കർ, നിങ്ങൾ ഏത് നാട്ടുകാരെന്ന് എനിക്കറിയില്ല, പരപ്പനങ്ങാടിയിൽ സക്കരിയ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കർണാടക പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ. അദ്ദേഹം ആ കേസിൽ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് നിങ്ങൾ CPIMകാരോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോൾ UAPA-യെക്കുറിച്ച്, NIA-യെക്കുറിച്ചൊക്കെയുള്ള തികഞ്ഞ, ഇപ്പം മീഡിയ വണ്ണിൻ്റെ കേസ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തിലോ മുൻകൈയിലോ ഉള്ള സ്ഥാപനങ്ങളൊക്കെ NIA-യും ഒക്കെ കയറി നിരങ്ങട്ടെ. നിങ്ങൾ കോടതിയിൽ പോയിട്ട് അത്യധ്വാനം ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളൂ. ആ പ്രശ്നം ഇവിടെ മറ്റ് മതസമൂഹങ്ങൾക്കില്ല. അവർക്ക് അതൊന്നും നേരിടേണ്ടതില്ല. മുസ്ലിങ്ങൾ അങ്ങനെ എല്ലാ കോടതിയിലും കയറി കേരളത്തിൽ വേറെ ഏത് ചാനൽ നിരോധിക്കപ്പെട്ടു? ഒരു ചാനൽ നിരോധിക്കപ്പെട്ടു. അവർ ചെയ്യേണ്ടത് എന്താണ്? കോടതിയിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളുക. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല. ബാബരി മസ്ജിദ് കോടതിയിൽ പോയിട്ടും രക്ഷപ്പെടാതെ പോയ ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ പേരാണ്. മീഡിയ വൺ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊള്ളണം എന്നതാണ് CPIM മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ എന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ന്യായമാണ്. മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ പള്ളി തകർക്കപ്പെടുന്നതും അവരുടെ നിരപരാധികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ജയിലഴികളിലാക്കുന്നതും ഒക്കെ സ്വാഭാവികവും ന്യായവുമായ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ സാധ്യതയനുസരിച്ച് നേരിട്ട് കൊള്ളുക. നിങ്ങൾ അത് നേരിടേണ്ടവരാണ്. നിങ്ങൾ അതിന് ബാധ്യതപ്പെട്ടവരും ഉത്തരവാദപ്പെട്ടവരുമാണ്. ഇതാണ് കേരളത്തിലെ CPIM ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും പറയുന്നത്. അതിന്റെ മികച്ച കേസ് സ്റ്റഡിയാണ് അഷ്കറിന്റെ പ്രസ്താവനകൾ. അതുകൊണ്ട് വളരെ വ്യക്തമാണ് ജിംസ്, എന്താണ് CPIMന് ഈ രാജ്യത്ത്, കേരളത്തിലെ മുസ്ലിം, ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട് ഇസ്ലാമോഫോബിയുടെ കാര്യത്തിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുകയും യോഗം ചെയ്യുകയും ചെയ്യുന്ന ഈ കാന്തപുരത്തെ കൂടി ഇതൊന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും കാന്തപുരത്തെ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ പലതര വിഭാഗത്തിലുള്ള ഗ്രൂപ്പുകൾ, വ്യക്തികളൊക്കെ. ഇപ്പൊ UAPA വന്ന സമയത്ത് എന്തായിരുന്നു പൊതുവിൽ പല മുസ്ലിം ഗ്രൂപ്പുകളുടെ നിലപാട്? ഇവിടെ ഇപ്പൊ അഷ്കർ പറഞ്ഞ നിലപാടാണ് പല മുസ്ലിം, പക്ഷെ അത് മാറി അല്ലേ? അങ്ങനെ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള നിലപാട് എന്തായിരുന്നു? അപ്പൊ ഇത് മുസ്ലിങ്ങൾ നിലപാടെടുക്കുന്നു എന്നതല്ല അജിംസ് ഒരു പ്രശ്നം. ഒരു പ്രശ്നത്തിന്റെ മെറിറ്റ് എന്താണ്, ഒന്നിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഒന്നിന്റെ പൊളിറ്റിക്സ് എന്താണ്, ഒന്നുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്, അത് മുമ്പുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഇതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഇതിന് ആഗോള സാമ്രാജ്യത്വവുമായിട്ടും ഇന്ത്യയിലെ ഫാഷിസവുമായും ലോകത്തുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സുമായിട്ടും ഒക്കെയുള്ള ബന്ധം എന്താണ്, ഇത് മനസ്സിലാക്കുകയും സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. ഇത് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. മനസ്സിലാവുന്നവർ മുസ്ലിങ്ങളിലുമുണ്ട്, പൊതുസമൂഹത്തിലുമുണ്ട്. മനസ്സിലാകാത്തവർ എല്ലാ വിഭാഗത്തിലുമുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സമുദായവുമായി ബന്ധപ്പെട്ടതല്ല. ഇതൊരു മെറിറ്റിന്റെയും പൊളിറ്റിക്സിന്റെയും പ്രശ്നമാണ് എന്നാണ് ജിംസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും ഈ ചാപ്പേടിയെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം മോഹൻ മാസ്റ്റർ ഇനി നൽകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മോഹൻ മാസ്റ്റർ മുഴക്കിയ ഡോഗ് വിസിൽ ഇന്ത്യ മുഴുവൻ മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രതിധ്വനികൾ രാജ്യം മുഴുവൻ ഉണർന്നു തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. വളരെ